ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഉപയോഗം. സോഷ്യൽ മീഡിയയുടെ അമിതമായി ഉപയോഗിക്കുന്നത് അടിമകളാകുന്നത് നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുകയാണ്. കൂടാതെ കൊടും കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കാനും കാരണമാകുന്നു. അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം പല മാനസിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുകയാണ്. ഇത് തെളിയിക്കുന്ന നിരവധി പഠനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോൾ എവിടെ എന്ന കാര്യം പോലും പ്രത്യേകം ശ്രദ്ധിക്കാതെ വരുന്നതാണ് കാണുന്നത്. ബന്ധങ്ങൾ പോലും മറന്നുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത്രയധികം ആളുകൾ ഇതിനെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് ക്രൂരമായി ഞെട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ്. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ കഠിനംകുളത്ത് സംഭവിച്ചത്. റീൽസുകളിലൂടെ സൗഹൃദം, ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി, ഒടുവിൽ കൊലപാതകവും. കേരളത്തിൽ ഏറെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണിത്. കഠിനംകുളത്ത് യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വെഞ്ഞാറമൂട് സ്വദേശി ആതിരയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയാണ് പ്രതി. രാവിലെ 11:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യ ആതിരയെ വീടിനുള്ളിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. വെഞ്ഞാറമൂട് സ്വദേശിയും 30 വയസ്സുകാരിയുമായ ആതിരയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 8:30 മകനെ യുവതി സ്കൂളിലേക്ക് വിട്ടതിനു ശേഷമാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. വീടിന് മുമ്പിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും കാണാതായിരുന്നു. കൊലപാതകത്തിന് ശേഷം സ്കൂട്ടറുമായാണ് പ്രതി കടന്നത്. ഈ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് വെച്ചാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇപ്പോൾ പ്രതിയെയും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട യുവതി ഇൻസ്റ്റഗ്രാം വഴി എറണാകുളം സ്വദേശിയായ ഒരു യുവാവുമായി സൗഹൃദത്തിലായിരുന്നു. ഇയാളാണ് പ്രതി. ഇയാൾ 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയിരുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചത്. മതിൽ ചാടിയാണ് അക്രമി വീടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് പ്രതി ജോൺസൺ. 1 വർഷത്തോളം അടുപ്പത്തിലായിരുന്നു മരിച്ച ആതിരയും ജോൺസണും. ജോൺസൺ കൂടെ വരണമെന്ന് ആതിരയോട് ആവശ്യപ്പെട്ടു. ആതിര അതിന് സമ്മതിക്കാതെ വന്നപ്പോഴാണ് കൊലപാതകം നടത്തിയത്. കൂടാതെ അതിനു മുമ്പ് ആതിരയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതി ജോൺസൺ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും പോലീസ് പറഞ്ഞു. അതുകൂടാതെ പൈസയും ആവശ്യപ്പെട്ടതായി കണ്ടെത്തലുണ്ട്. ആദ്യം 1 ലക്ഷം രൂപ യുവതിയുടെ പക്കൽ നിന്നും വാങ്ങിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൊലപാതകത്തിന് 3 ദിവസം മുമ്പും പൈസ വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഠിനംകുളത്തെ കൊലപാതകത്തിലെ പ്രതി ജോൺസൺ ഭാര്യയുമായി പിരിഞ്ഞ ശേഷം കൊല്ലത്തും കൊച്ചിയിലുമായി താമസിച്ചു വരികയായിരുന്നു. കൂടാതെ ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത് കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ്. പ്രതി ജോൺസൺ 3 ദിവസം മുമ്പ് ആതിരയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി ഭർത്താവ് മൊഴി നൽകി. കേസിന്റെ സഞ്ചാരം ഇപ്പോഴും മാറി മറിയുകയാണ്. എന്തായാലും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കേരളത്തിൽ അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളിലും മുതിർന്നവരിലും വലിയ തെറ്റുകളിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. ഇതിന് ജാഗ്രതയോടെ മാറ്റം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഓരോ കേസുകൾ പുറത്തുവരുമ്പോഴും പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.